Hi friends, welcome back to EduTech Talk by Fuzzle. Guys, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വെൽക്കം ടു അനദർ വീഡിയോ. ഗൈസ്, നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ iWatchൻ്റെ ഒരു ക്ലോൺ മോഡലാണ് നമ്മളിന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റിൽ തന്നെ ഇതിലൊരു മെനു കാർഡാണുള്ളത്. ഇതിൽ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഫങ്ഷൻസിനൊക്കെ കുറിച്ചിട്ട് ഇംഗ്ലീഷിലും പിന്നെ അതുപോലെ ചൈനീസിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഉണ്ട്. ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഈ മെനുവിൽ തന്നെ കാണാം, നമുക്ക് ഈ കടകളിലൊക്കെ നമുക്ക് ഈ മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ മെനു കാർഡൊന്ന് മാറ്റിയിട്ട് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഗൈസ്, ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലാണ് പ്രൊഡക്റ്റ് ബോക്സിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ക്വാളിറ്റി ബേസ്ഡുള്ള ഒരു സ്ട്രിപ്പാണ്. നല്ല ക്വാളിറ്റിയുള്ള സ്ട്രിപ്പ് തന്നെയാണ്. ഐഫോൺസിൻ്റെ സ്മാർട്ട് വാച്ചിലൊക്കെ ഉള്ള അതേപോലെ തന്നെ ഉണ്ട്. നല്ലൊരു സ്ട്രിപ്പ് തന്നെയാണ് ഇതിനൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സ്ട്രിപ്പ് ഒന്ന് മാറ്റി വെച്ചേക്കാം. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് മാറ്റി വെക്കാം. പ്രോഡക്റ്റ് നമുക്ക് ലാസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ അതുകൂടാതെ എന്താണ് നമുക്ക് ഇതിൽ ബോക്സിലുള്ളത് നമുക്ക് നോക്കാം. ഇതുകൂടാതെ ചാർജറാണുള്ളത്. ചാർജർ ഡ്രൈവ് ആണുള്ളത്. അഡാപ്റ്റർ ഇതിൻ്റെ കൂട്ടത്തിലില്ല. ചാർജറാണുള്ളത്. മാഗ്നറ്റിക് ചാർജിങ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ നമുക്കിനി പ്രോഡക്റ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ ഡിസ്പ്ലേ കവർ ഞാൻ എടുത്ത് മാറ്റാണ്. അവിടെ നിൽക്കട്ടെ. പിന്നെ ഇതിൽ മറ്റുള്ള എല്ലാ സ്മാർട്ട് വാച്ചുകളിലും വരുന്ന പോലെ തന്നെ നമുക്ക് ബ്ലഡ് മെഷർ ചെയ്യാം. അങ്ങനെ മറ്റുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മറ്റ് ഡിവൈസ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മ്യൂസിക് കേൾക്കാം. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന് കോൾ ചെയ്യാം. പിന്നെ നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്ക്രോളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറേ അധികം വാൾപേപ്പേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് പിന്നെ നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഇമേജസ് ഇതിലേക്ക് നമുക്ക് കയറ്റാൻ പറ്റും. നമ്മുടെ ഫോൺ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കയറ്റാൻ പറ്റും. കുറേ അധികം വാൾപേപ്പേഴ്സ് ഇതിലുണ്ട്. സ്ക്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമുക്കിത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്ത് ഇങ്ങനെ സ്വീപ്പ് ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. കാര്യമായിട്ട് ഇതിന് സ്പോർട്സ് യൂസേജിങ് ആണ് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നമ്മുടെ ഫോണുമായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ആ ആപ്പിൻ്റെ പേര് M2 Wear എന്നാണ്. നമ്മൾ M2 എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം M2 Wear ആപ്സ് ഫസ്റ്റ്, M2 Wear അങ്ങനെ കുറച്ച് സൈറ്റ് നമുക്ക് കാണാം. അതിൽ M2 Wear ഫസ്റ്റ് എന്നുള്ളതിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ M2 Wear എന്ന പേരിൽ 2 ആപ്പുകൾ ഇവിടെ കാണാൻ പറ്റും. ഇതിലുള്ള ഈ ഫസ്റ്റ് ആപ്പിൽ ഒരു ആപ്പിൽ നമുക്ക് 2 ആപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കറക്റ്റ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ആപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫോണിലുള്ള ക്യാപ്ചർ നമുക്ക് നമ്മുടെ സ്മാർട്ട് വാച്ചിലേക്ക് നമുക്ക് വാൾപേപ്പറായിട്ട് മാറ്റാൻ കഴിയാത്തൊരു അങ്ങനെ ഒരു ഫീച്ചർ ആ ആപ്പിലില്ല. അപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ആപ്പിൽ ആ ഫീച്ചർ ഇല്ല. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടാമത്തെ ആപ്പിലാണ് ഈ ഫീച്ചർ ഉള്ളത്. നമുക്ക് ഈ ആപ്പിലാണ് ഫീച്ചർ ഉള്ളത്. അപ്പോൾ അതിൻ്റേത് ഈ ഡൗൺലോഡ്സ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിന് 50K ഡൗൺലോഡ്സ് ആണുള്ളത്. മറ്റൊരു നമുക്ക് ഇതിൽ കാണാൻ പറ്റും 100K ഡൗൺലോഡ്സ് ഉണ്ട്. അങ്ങനെ ഇപ്പം നമുക്ക് നോക്കാൻ കഴിയുള്ളൂ. ഈ ഫീച്ചേഴ്സിലൊക്കെ സെയിം ഫോട്ടോസ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് നോക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു മാറ്റം ഇതിനുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാണ്.
അപ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, GPS അതൊക്കെ നമ്മൾ അഗ്രി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ മീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ കൊടുത്തിട്ട് നമ്മുടെ ഡിവൈസ് ഇവിടെ നിന്ന് കണക്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഡിവൈസ് നമ്മൾ ബ്ലൂടൂത്ത് വെച്ച് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ സെറ്റിങ്സിൽ അത് നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കാം. ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ബ്ലൂടൂത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. ഇത് നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്കിവിടെ ഫ്ലാഷ് ലൈറ്റ് കണ്ടോ, ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്ന നമുക്ക് നൈറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നമ്മുടെ ഫ്ലാഷിങ് മൊബൈലുള്ളത് പോലെ തന്നെ അത്യാവശ്യം നല്ല ലൈറ്റ് ഇതിൽ കിട്ടുന്നുണ്ട്. ചാർജ് ബാക്കപ്പും അത്യാവശ്യം കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. 2 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം, നോർമൽ യൂസേജിൽ നമുക്ക് 2.5 ദിവസം നമുക്ക് ഇതിൻ്റെ ചാർജ് ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത്. 2 മണിക്കൂർ ചാർജ് ചെയ്തിട്ട് ഒരു 2 ദിവസം 2.5 ദിവസമൊക്കെ നമുക്ക് ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതവിടെ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ഡയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വാൾപേപ്പർ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ സെലക്ട് ഇമേജിൽ പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്യണം. എത്രത്തോളം ക്ലിയർ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെത്ര ക്രോപ്പ് ചെയ്തിട്ട് എത്രത്തോളം ഇതിന് സൈസ് വേണ്ടെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്ലോക്ക്, അതായത് ടൈമിൻ്റെ സെറ്റിങ്സ് എവിടെ വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഡേറ്റ് വേണോ, അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് കൗണ്ട് കാര്യങ്ങൾ അത് വെക്കണോ, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കളർ ചേഞ്ചിങ് വരുത്താൻ പറ്റും. അപ്പോൾ ഞാനതൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു മോഡൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഡിറ്റർമൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഫോണിൽ നിന്ന് സ്മാർട്ട് വാച്ചിലേക്ക് ഈ വാൾപേപ്പർ അപ്ഡേറ്റ് ആവും. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിവിടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാച്ചിലേക്ക് വാൾപേപ്പർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉള്ള മാതിരി മറ്റൊരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ ഒരു ക്യാമറയിലൂടെ എടുക്കുന്നത് കൊണ്ടാണോന്ന് അറിയില്ല, എന്തുകൊണ്ടെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നുള്ളത്. എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇങ്ങനെ ഒരു അനുഭവം ചിലപ്പോൾ മറ്റ് മൊബൈൽസൊക്കെ മറ്റ് മൊബൈലിൻ്റെ വീഡിയോ ഡിസ്പ്ലേ വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. എനിക്കത് അനുഭവമുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പരമാവധി സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന അപ്ഡേറ്റുകളൊക്കെ ലഭിക്കാനായിട്ട് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ നോട്ടിഫിക്കേഷനുകൾ എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ എല്ലാ ഓൾ കണ്ടൻറ്റ് വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ട്രാവലിംഗ് എക്സ്ട്രാ ഓഡിയോ എല്ലാ അധികം വീഡിയോസ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ലഭിക്കാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നോയ്സ് സൗണ്ട് ഉണ്ട്. അപ്പോൾ അത് പരമാവധി ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിലും നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഒന്നുകൂടെ പെർഫെക്റ്റ്ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. മുമ്പുള്ള സീരീസിൽ ഉണ്ടായിരുന്ന സെൻസറിൻ്റെ